ഒന്ന് ആലോചിച്ചു നോക്കിയേ, 25 കൊല്ലം നീണ്ടുനിൽക്കുന്ന ഒരു ഹോം ലോൺ വെറും 10 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കുക. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് നടക്കാത്ത കാര്യമാണെന്ന് തോന്നാം, അല്ലേ? എന്നാൽ കൃത്യമായ കണക്കുകൾ വെച്ച് ഇതെങ്ങനെ സാധ്യമാക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ഇതൊരു വെറും പറച്ചിലല്ല. കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ലക്ഷ്യമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കാവുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം, അല്ലേ? ഈ സംഭവം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്കൊരാളുടെ കഥ കേൾക്കാം. അനിലിന്റെ കഥ. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ ഇത് എന്റെ കഥയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതാണ് അനിലിന്റെ ഒരു പ്രൊഫൈല്. നോക്കൂ, 34 വയസ്സ്, എറണാകുളത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലി, മാസം ശമ്പളം 55,000 രൂപ, പിന്നെ ഒരു 45 ലക്ഷത്തിന്റെ ഹോം ലോണും, അതിന് മാസം ഏതാണ്ട് 36,000 രൂപ EMIയും അടക്കണം. ഇത് നമ്മുടെ കേരളത്തിലെ ഒരുപാട് പേരുടെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനല്ലേ? അപ്പോൾ ഒരു ചോദ്യം, മാസം 36,000 രൂപ EMI അടച്ചാൽ ആദ്യത്തെ മാസം ലോൺ എമൗണ്ടിൽ നിന്ന് ശരിക്കും എത്ര രൂപ കുറയും? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു പകുതിയെങ്കിലും മുതലിലേക്ക് പോകുമെന്നല്ലേ നമ്മൾ കരുതുക. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഇവിടെയാണ് നമ്മളെല്ലാവരും ഞെട്ടാൻ പോകുന്നത്. ആദ്യത്തെ മാസം അനിലടച്ച 36,000 രൂപയില്ലേ, അതിൽ ഏകദേശം 31,000 രൂപയും പോയത് പലിശയിലേക്കാണ്. മുതലിലേക്ക് പോയതോ വെറും 5,000 രൂപ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ. ഒരു കൊല്ലം കൊണ്ട് ഏകദേശം 4 ലക്ഷം രൂപ അടച്ചു. പക്ഷേ ലോണിൽ കുറഞ്ഞതോ വെറും 60,000 രൂപയിൽ താഴെ മാത്രം. ഇതാണ് ഈ ലോണിന്റെ ആദ്യത്തെ വർഷങ്ങളിലെ ഒരു ട്രാപ്പ്. നമ്മൾ കഷ്ടപ്പെട്ട് അടക്കുന്ന പൈസയുടെ ഭൂരിഭാഗവും പലിശയായിട്ട് ബാങ്ക് കൊണ്ടുപോകും. ഈ ചാർട്ട് കണ്ടാൽ സംഭവം ക്ലിയർ ആവും. എടുത്ത ലോൺ 45 ലക്ഷം. പക്ഷേ 25 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് എത്രയാണെന്ന് നോക്കിയേ. നേരെ ഇരട്ടി, 90 ലക്ഷം രൂപ. അതായത് ബാക്കിയുള്ള 45 ലക്ഷം രൂപ മൊത്തം നമ്മൾ പലിശയായിട്ട് മാത്രം കൊടുക്കുകയാണ്. ഈ കണക്കൊക്കെ കണ്ടപ്പോൾ അനിലിനൊരു കാര്യം മനസ്സിലായി. ഇതൊരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, ഇത് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം തന്നെയാണെന്ന്. അവൻ സ്വയം ചോദിച്ചു, ഞാൻ ആർക്കുവേണ്ടിയാ ജോലി ചെയ്യുന്നത്? എനിക്ക് വേണ്ടിയാണോ അതോ ബാങ്കിനു വേണ്ടി മാത്രമാണോ? ഈ ചോദ്യം ഒരുപക്ഷെ EMI അടയ്ക്കുന്ന നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അനിലൊരു വഴി കണ്ടെത്തി. ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു 2 സ്റ്റെപ്പ് സിസ്റ്റം. എന്താണ് രഹസ്യമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ആകെ 2 കാര്യങ്ങൾ. ഒന്ന്, എല്ലാ വർഷവും ഒരു EMI എക്സ്ട്രാ അടയ്ക്കുക. അതായത് 12ന് പകരം 13 തവണ. 2, എല്ലാ വർഷവും EMI ഒരു 5% വെച്ച് കൂട്ടുക. ഇത്രയുള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണ് ഇത്ര വലിയ മാറ്റമുണ്ടാക്കുന്നത്? ഇതിന്റെ ലോജിക് സിമ്പിളാണ്. നമ്മൾ എക്സ്ട്രാ അടയ്ക്കുന്ന ആ ഒരു EMI അത് മുഴുവനായിട്ടും പോകുന്നത് മുതലിലേക്കാണ്, പലിശയിലേക്കല്ല. മുതൽ എത്ര വേഗം കുറയുന്നോ അത്രയും പലിശഭാരം കുറയും. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം 5 വർഷത്തെ ലോണാണ് നമ്മൾ ലാഭിക്കുന്നത്. ഇനി ആ 5% വർധനവിന്റെ കാര്യം നോക്കാം. നമുക്ക് എല്ലാ വർഷവും ചെറിയൊരു സാലറി ഹൈക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചിലവും കൂടും. അതിനു പകരം EMI ഒരു 2,000-3,000 രൂപ കൂട്ടിയാൽ മതി. അത് നമ്മുടെ ലോൺ തീരുന്ന സമയത്തുണ്ടാക്കുന്ന മാറ്റം ഭയങ്കരമാണ്. 25 വർഷത്തെ ലോൺ ഏകദേശം 14 വർഷം കൊണ്ട് തീർക്കാൻ ഈ ഒരു ശീലം മാത്രം മതി. ഈ 2 വഴികളും ഇത്ര പവർഫുൾ ആവാനുള്ള കാരണം പലിശ കണക്കാക്കുന്ന രീതിയാണ്. അതായത് റെഡ്യൂസിംഗ് ബാലൻസ്. ബാങ്ക് പലിശ ഇടുന്നത് നമ്മളെടുത്ത മൊത്തം തുകയ്ക്കല്ല, മറിച്ച് ബാക്കിയുള്ള മുതലിന് മുകളിലാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടെ മുതൽ കുറച്ചാൽ അടുത്ത മാസം പലിശ കണക്കാക്കാനുള്ള തുകയും കുറയും. ഇതിങ്ങനെ തുടർന്നു പോകുമ്പോൾ പലിശയും മുതലും ഒരുമിച്ച് കുറയുന്ന ഒരു സൂപ്പർ സൈക്കിളായിട്ട് അത് മാറും. അപ്പോൾ ഈ 2 സൂത്രങ്ങളും ഒരുമിച്ച് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെയാണ് ശരിക്കുള്ള മാജിക് വരുന്നത്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. സാധാരണഗതിയിൽ 25 വർഷം. വർഷത്തിൽ ഒരു എക്സ്ട്രാ EMI അടച്ചാൽ അത് 20 വർഷമായി. എല്ലാ വർഷവും 5% EMI കൂട്ടിയാൽ അത് 14 വർഷമായി. ഇനിയിപ്പോൾ ഇവ രണ്ടും ഒരുമിച്ച് ചെയ്താലോ? അവിശ്വസനീയം. വെറും 10-12 വർഷം കൊണ്ട് ലോൺ ക്ലോസ് ചെയ്യാം. 1/4 നൂറ്റാണ്ടിന്റെ ഭാരം ഒരു 10 പതിറ്റാണ്ട് കൊണ്ട് തീർന്നു കിട്ടും. നമ്മുടെ അനിലിന്റെ കഥയിലേക്ക് തിരിച്ചുവരാം. അവൻ ഈ സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. എന്തായി ഫലം? 34-ാം വയസ്സിൽ ലോണെടുത്ത അനിൽ തന്റെ 45-ാമത്തെ വയസ്സിൽ, അതായത് വെറും 11 വർഷം കൊണ്ട് കടമൊക്കെ തീർത്ത് ഫ്രീ ആയി. അപ്പോൾ അനിലിനിത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും പറ്റില്ല? ഇത് വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല. ഇത് എങ്ങനെ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ തുടങ്ങാമെന്ന് നോക്കാം. ഓണം ബോണസ് കിട്ടുമ്പോൾ അതിന്റെ ഒരു പകുതിയെങ്കിലും ലോണിലേക്ക് അടയ്ക്കുക. അല്ലെങ്കിൽ ചിട്ടി പിടിക്കുമ്പോഴോ FD മെച്യൂർ ആവുമ്പോഴോ കിട്ടുന്ന പണം ഷോപ്പിങ്ങിന് ഉപയോഗിക്കാതെ ലോൺ പ്രീപേയ്മെന്റ് ചെയ്യുക. ഓരോ ചെറിയ തുകയും വലിയ വ്യത്യാസമുണ്ടാക്കും. പിന്നെ മറക്കാതെ നിങ്ങളുടെ EMI കൂട്ടാനും കാലാവധി കുറയ്ക്കാനും ബാങ്കിൽ പോയി ഒരു റിക്വസ്റ്റ് കൊടുക്കണം.
പലരും അത് ചെയ്യാൻ മടിക്കും. ഒടുവിൽ ഇതൊരു കണക്കിന്റെ മാത്രം കളിയല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ തീരുമാനമാണ്. നിങ്ങളുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി, അടുത്ത 10-12 കൊല്ലം കുറച്ചൊന്ന് മുണ്ട് മുറുക്കിയൊടുക്കുക, കുറച്ച് സാമ്പത്തിക അച്ചടക്കം കാണിക്കുക, അതിനുശേഷം വരുന്ന 15 കൊല്ലം ഒരു ടെൻഷനുമില്ലാതെ ജീവിക്കാം. രണ്ടാമത്തെ വഴി, ഒന്നും ചെയ്യാതെ 25 കൊല്ലവും ഈ EMI എന്ന തലവേദനയും കൊണ്ട് നടക്കുക. ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുട്ടികൾ പഠിച്ച് വലുതാവുമ്പം അവരുടെ കല്യാണക്കാര്യമൊക്കെ വരുമ്പം അപ്പോഴും നിങ്ങൾ ഈ വീടിന്റെ EMI അടച്ചുകൊണ്ടിരിക്കണോ? അതോ ആ സമയത്തൊരു കടവുമില്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കണോ? അനിലിന് തോന്നിയ അതേ ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ 25 വർഷം നിങ്ങൾ ബാങ്കിന് വേണ്ടി ജോലി ചെയ്യാനാണോ പോകുന്നത്? അതോ ഒരു 10 വർഷത്തെ അച്ചടക്കത്തിനു ശേഷം ഒരു സ്വതന്ത്ര ജീവിതം തിരഞ്ഞെടുക്കുമോ? ആലോചിക്കൂ, ഈ തീരുമാനം എടുക്കേണ്ടത് നാളെയല്ല, ഇന്നു തന്നെയാണ്.